ആലുവ കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പണികൾ ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടുകാർ. റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിടൽ ആരംഭിച്ചിട്ട് മാസം 8 പിന്നിട്ടു. ഇതുവരെയും പണി പൂർത്തിയായിട്ടില്ല. കുടിവെള്ളം കിട്ടാത്തതും പൊടിശല്യവും ഗതാഗത കുരുക്കും ഉൾപ്പെടെ പ്രതിസന്ധികളുടെ നടുവിൽ ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ഒരു മാസക്കാലമായി ആലുവ കടുങ്ങല്ലൂർ പഞ്ചായത്തുകാരുടെ അവസ്ഥയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക്. ഇത്രയും പ്രശ്നത്തിന് കാരണമായത് ഒരു ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചതാണ്. റോഡ് പൊളിച്ച് പൈപ്പിടുന്നു, ഇട്ട പൈപ്പ് പൊട്ടുന്നു, റോഡ് വീണ്ടും പൊളിക്കുന്നു. കടുങ്ങല്ലൂർ മുപ്പത്തടുത്ത നാട്ടുകാർ ഈ കാഴ്ച കാണാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 മാസം. അശാസ്ത്രീയ നിർമ്മാണവും പണിയറിയുന്ന പണിക്കാരില്ലാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ. സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയും വെള്ളം കിട്ടാത്ത അവസ്ഥയുമാണ്. അധികാരികൾ പറയുന്നത് ഇന്ന് ശരിയാവും, നാളെ ശരിയാവുന്നതാണ്. പക്ഷേ നല്ലൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ശരിയാവുന്നത് നല്ല കാര്യമാണ്. കുടിവെള്ളമുള്ള പക്ഷേ അങ്ങനെയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2-3 പേരാണ് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും ഭായിമാരാണ്. പണിക്കാരെ കുറ്റം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കരാറുകാരൻ വിഷയത്തിൽ ഇടപെട്ടു. മേൽനോട്ടത്തിന് കൂടുതൽ സൂപ്പർവൈസർമാരെ നിയോഗിച്ചു. ഇപ്പോൾ സൂപ്പർവൈസർമാരെ തട്ടി നടക്കാൻ കഴിയാത്ത അവസ്ഥയെന്നാണ് നാട്ടുകാരുടെ പരാതി. അപ്പോൾ അവർ 2-3 JCB ഉണ്ടെന്ന് 1-2 പണിക്കാരും 10-20 സൂപ്പർവൈസർമാരാണ് വന്നേക്കണേ. നേരെ തിരിച്ചാണ് വേണ്ടത്. 10-20 പണിക്കാരും 1-2 സൂപ്പർവൈസർമാരും മതി. പ്രതിഷേധങ്ങൾ പലത് നടത്തി. ഒടുവിൽ പൊട്ടിയ പൈപ്പിൽ കുളിച്ചുവരെ നാട്ടുകാരുടെ സമരം. പൈപ്പ് പണി പൂർത്തിയാകാത്തതോടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി. ഇതോടെ പഞ്ചായത്ത് മുൻകൈയെടുത്ത വീടുകളിലേക്ക് ലോറിയിൽ കുടിവെള്ളം എത്തിക്കുകയാണിപ്പോൾ. ബിനാനിപുരം പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണെങ്കിലും ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ നാട്ടുകാർ തന്നെ നേരിട്ടിറങ്ങണം. ഗതാഗതക്കുരുക്കും പൊടിശല്യവും കടകളിലെ കച്ചവടത്തെയും ബാധിച്ചു. പൊടിശല്യം അകറ്റാൻ കടയുടമകൾ മോട്ടോർ ഘടിപ്പിച്ച് റോഡ് നനച്ചു തുടങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നനച്ച വെള്ളം അപ്രത്യക്ഷമാകുന്നത് സെക്കൻഡുകൾ കൊണ്ടാണ്. ഈ റോഡ് കുത്തിപ്പൊളിക്കൽ എപ്പോൾ അവസാനിക്കും? എന്ന് പൈപ്പിട്ട് തീരും? ആ സുന്ദര ദിനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കടുങ്ങല്ലൂർക്കാർ. ആലുവയിൽ നിന്നും രാഹുൽ സുദേവിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. പൊടിശല്യവും ഗതാഗതക്കുരുക്കും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടും പരിഹാരം വൈകുകയാണ്. വേനൽ കടുക്കുന്നതോടെ വെള്ളം നനച്ച് പൊടി ശമിപ്പിക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. ചില പ്രതികരണങ്ങളിലേക്ക്. ഇത് നമ്മൾ ചന്ദ്രനിൽ വരെ അയച്ച ടെക്നോളജിയുള്ള രാജ്യത്താണ് നടക്കണമെന്ന്. അതായത് അന്ധകാര യുഗത്തിലാണ് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അത്രയും ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. 15 ദിവസമായിട്ട് വെള്ളമില്ല. അത്രയും മനുഷ്യരെ എങ്ങനെ ജീവിക്കുന്നവർ. അപ്പോൾ ഇത് ചെയ്യിപ്പിക്കണമാരോ ഈ വാട്ടർ അതോറിറ്റിയോ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലുള്ളവരോ അവരുടെ ഭാര്യമാരോ മക്കളും അവരുമാണ് അനുഭവിക്കണേ എന്ന് ആലോചിക്കാനുള്ള ഒരു മനസ്ഥിതി മനുഷ്യർക്കില്ല. ഇവർ പൈപ്പ് ലൈൻ ഒട്ടിച്ച് പോകും, പുറകെ ചാർജ് ചെയ്യും, അതിൻ്റെ പുറകെ ലൈൻ പൊട്ടലാണ്. പൊട്ടി ഇപ്പോൾ 1-2 ഒരു 10 സ്ഥലത്തെങ്കിലും ഈ റോഡിൽ ഇട്ട പൈപ്പ് ലൈൻ തന്നെ പൊട്ടിയിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കുള്ളൂ. മിക്കവാറും ഓട്ടോറിക്ഷക്കാരും അല്ലാത്തവരൊക്കെ ഞങ്ങളിവിടെ സഹകരിച്ച് പോകുന്നത്. കാരണം ബ്ലോക്ക് പാടില്ല. ബ്ലോക്ക് പാടിക്കഴിഞ്ഞാൽ മൊത്തം 4 കൂടി ജംഗ്ഷനാണിത്. അപ്പോൾ 4 വസ്തു വണ്ടി വരുമ്പോൾ നിയന്ത്രിക്കാനായിട്ട് കുറച്ച് ചെറുപ്പക്കാരുണ്ടാവും. കുറച്ച് ഓട്ടോറിക്ഷക്കാരും അല്ലാത്ത ചെറുപ്പക്കാരെല്ലാവരും സഹകരിച്ചാണ് ഇപ്പോൾ വണ്ടി നിലവിൽ ഞങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിലുള്ള കച്ചവടക്കാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. മാത്രമല്ല ഓട്ടോറിക്ഷക്കാർ ഓടിയിട്ട് ദിവസങ്ങളോളമായി. കച്ചവടക്കാരുടെ കച്ചവടം വളരെ മോശമാകുകയും ഓട്ടോക്കാരുടെ ഓട്ടം തന്നെ ഇല്ലാതാകുകയും പല വീടുകളും പട്ടിണിയിലായ ഒരു അവസ്ഥയിൽ. അതുപോലെ തന്നെ വെള്ളം, പൊടിശല്യം, ഇതെല്ലാം കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി വണ്ടി തടഞ്ഞ് അങ്ങനെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കോൺട്രാക്ടറോട് കൃത്യമായിട്ട് ഈ ഒരു കാര്യം പാലിക്കണമെന്ന് ഇന്നലെ രാത്രി ആവശ്യപ്പെട്ടാണ്. പക്ഷേ ഇപ്പം നിങ്ങളിവിടെ വരുമ്പോൾ പോലും ഭാരവാഹനങ്ങളാണ് ഇതിലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പൊടി അതിരൂക്ഷമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ ആളുകൾക്ക്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതലാണ് ഇവിടെ ഈ വർക്ക് തുടങ്ങിയത്. പക്ഷേ തികച്ചും അശാസ്ത്രീയമായിട്ട് വളരെ ഒരു പരിചയവുമില്ലാതെ, യാതൊരു പരിചയവുമില്ലാതെ, ആവശ്യമായ സാധന സാമഗ്രികളില്ലാതെ, മതിയായ വിദഗ്ധരില്ലാതെയാണ് ഇവിടെ ഇത്തരം പണികളൊക്കെ നടക്കുന്നത്. കാരണം 15 ദിവസത്തേക്കായിരുന്നു ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ ഈ റോഡിൻ്റെ ഈ പണികൾ അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഫെബ്രുവരി 7-ാം തീയതി ആയിട്ടും ഈ ഇവിടുത്തെ ഗതാഗതത്തിനോ
അല്ലെങ്കിൽ ഒരു മറ്റ് കാര്യങ്ങൾക്കൊന്നും യാതൊരു പരിഹാരവുമായിട്ടില്ല.